പരമാവധി ശിക്ഷയില്ല. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 376D വകുപ്പ് അനുസരിച്ച് പ്രതികൾക്ക് ലഭിക്കേണ്ടിയിരുന്ന പരമാവധി ശിക്ഷ ജീവപര്യന്തമാണ്. അതായത് പ്രതീക്ഷിച്ചിരുന്നത്, പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നത് ഇരട്ട ജീവപര്യന്തം ശിക്ഷയാണ്. പക്ഷേ ഇരട്ട ജീവപര്യന്തം ശിക്ഷ പ്രതികൾക്ക് 6 പ്രതികൾക്ക് നൽകാൻ കോടതി തയ്യാറായിട്ടില്ല. നൽകിയത് 20 വർഷത്തെ ശിക്ഷ മാത്രമാണ്. പ്രതികൾക്ക് ആ 20 വർഷത്തെ ശിക്ഷ കൂടി ഇനി അനുഭവിക്കേണ്ടതുമില്ല. കാരണം ഇതുവരെയുള്ള വിചാരണ കാലയളവിൽ ജയിലിൽ കിടന്ന കാലം അത് ഇളവായി അനുവദിക്കുകയും ചെയ്യും. ഈ ശിക്ഷയിൽ ഇളവായി അനുവദിക്കുകയും ചെയ്യും. അത്തരം ഒരു വലിയ ഔദാര്യം കൂടി കോടതി ഈ വിധിന്യായത്തിലൂടെ, ശിക്ഷാവിധിയിലൂടെ നൽകിയിട്ടുമുണ്ട്. പ്രതികൾക്ക് നൽകിയിട്ടുണ്ട്, കുറ്റക്കാരായ പ്രതികൾക്ക് നൽകിയിട്ടുണ്ട്. ഇതിൽ ഈ ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനിക്കാണ് ഏറ്റവും വലിയ ശിക്ഷ. അത് പിഴ ശിക്ഷയിലാണ് ഏറ്റവും വലിയ ശിക്ഷ വരുന്നത്. അത് 3 ലക്ഷം രൂപ പിഴയാണ്. 20 വർഷം തടവും അനുഭവിക്കണം. മറ്റൊന്ന്, രണ്ടാം പ്രതിയായ മാർട്ടിന് 2 ലക്ഷം രൂപയാണ് പിഴ വരിക. മറ്റുള്ള പ്രതികൾക്കെല്ലാം 75,000 രൂപ വീതമാണ് പിഴത്തുക വരിക. മാർട്ടിൻ ആന്റണിക്ക് 1 ലക്ഷം രൂപ പിഴ, മണികണ്ഠന് 20 വർഷവും 75,000 രൂപ പിഴയും, വിജീഷ് വി പിക്ക് 20 വർഷവും 75,000 രൂപ പിഴയും, വടിവാൾ സലീമിനും പ്രദീപിനും ഈ ശിക്ഷ തന്നെയാണ്. 20 വർഷം തടവും 75,000 രൂപ പിഴയും. ഇവർക്ക് ഈ ശിക്ഷ നൽകാനുള്ള കാരണം, ഇവരെല്ലാം എല്ലാ പ്രതികളും 40 വയസ്സിൽ താഴെയുള്ള ആളുകളാണ്. സ്വാഭാവികമായും ആ പ്രായം പരിഗണിക്കുന്നു. ആ പ്രായം പരിഗണിച്ച് പരമാവധി ശിക്ഷ നൽകേണ്ടതില്ല എന്ന തീരുമാനം വിചാരണ കോടതി എടുക്കുകയും ചെയ്യുന്നു. വിചാരണ കോടതിയുടെ ഈ വിധിന്യായത്തിൽ പൂർണ്ണ തൃപ്തിയില്ല എന്നാണ് കോടതി, പ്രോസിക്യൂഷൻ ഇതിനുശേഷം പ്രതികരിച്ചത്. വിധിന്യായം കേട്ട് പുറത്തു വരുമ്പോൾ പ്രോസിക്യൂട്ടർ പ്രതികരിക്കുന്നത്, ഇതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ശിക്ഷാവിധി കുറഞ്ഞുപോയി. ഈ ശിക്ഷാവിധി ഈ വിധിന്യായം സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്ന വിധിയാണ്. വിധിക്കെതിരെ, ആനുപാതികമല്ലാത്ത വിധിയായതിനാൽ തന്നെ ഈ വിധിക്കെതിരെ ഹൈക്കോടതിയിൽ പ്രോസിക്യൂഷൻ അപ്പീൽ നൽകും. ഈ ശിക്ഷാവിധിയിൽ നിരാശയുണ്ട്. കുറ്റകൃത്യത്തിന് പിന്നിൽ, ദിലീപ് ഉൾപ്പെട്ട കുറ്റകൃത്യത്തിന് പിന്നിൽ ആ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് പ്രോസിക്യൂഷൻ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ പരിപൂർണമായ ഒരു നീതി കിട്ടിയില്ല എന്നാണ് പ്രോസിക്യൂഷൻ പറയുകയും ചെയ്യുന്നത്. അത് ഒരു നിരാശയിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു പ്രതികരണം തന്നെയാണ്. സ്വാഭാവികമായും പൊതുസമൂഹമടക്കം പ്രതീക്ഷിച്ചിരുന്നത്.